ഹായ്, ഇതാണ് നമ്മുടെ അബാക്കസിൻ്റെ മെയിൻ ടൂള്. ഈ അബാക്കസിൻ്റെ ടൂളിന് ഈ ഓരോ ബീഡ്സിനെയും അതുപോലത്തെ ഇതിൻ്റെ ഫ്രെയിം അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് അബാക്കസ്. ഇതിൻ്റെ ഫ്രെയിമിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് അബാക്കസ്. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ബാറിൻ്റെ പേരാണ് വാല്യൂ ബാർ എന്നാണ് ഈ പേരിനെ പറയുന്നത്. നമ്മുടെ ഈ ബീഡ്സ് ഈ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് വാല്യൂ ബാർ, ഈ ബീഡ്സ് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ. ഇതിന് ടച്ച് ചെയ്തില്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഈ ബീഡ്സ് നമ്മുടെ വൺസ് ആയിട്ടാണ് ഈ ബീഡ്സ് യൂസ് ചെയ്യണത്. ഈ ബീഡ്സ് യൂസ് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ ഫിംഗേഴ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ പരിചയപ്പെടണം. ഫിംഗേഴ്സ് നമുക്ക് 5 ഫിംഗേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 5 ഫിംഗേഴ്സിനെയും നമ്മൾ ഓരോ ഫിംഗേഴ്സിന് ഓരോ പേരാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ തം ഫിംഗർ ആൻഡ് ദ ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് സ്മോൾ ഫിംഗർ. ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബീഡ്സ് നമ്മൾ മുകളിലോട്ടും താഴത്തോട്ടും നീക്കുന്നത്. ഈ മുകളിലുള്ള ബീഡ്സിനെ പറയുന്നത് അപ്പർ ബീഡ്സ് എന്നും താഴെയുള്ള ബീഡ്സിനെ പറയുന്നതാണ് ലോവർ ബീഡ്സും. അതുപോലെ തന്നെ നമ്മുടെ ഈ അബാക്കസിൻ്റെ ടൂള് പിടിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്മോൾ ഫിംഗറും ആൻഡ് റിംഗ് ഫിംഗറും ആൻഡ് തം ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യണത് ഫസ്റ്റ് പെൻസിൽ എടുക്കുക, ആ പെൻസിൽ നമ്മുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ സ്മോൾ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ആൻഡ് ഇൻഡെക്സ് ഫിംഗർ ഇത്രയും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ട് വിടണത്. ആ 2 ഫിംഗേഴ്സാണ് ഇൻഡെക്സ് ഫിംഗറും ആൻഡ് തം ഫിംഗറും. നമ്മൾ ഈ ബീഡ്സിനെ താഴത്തുനിന്നുള്ളത് മുകളിലോട്ട് നീക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ തം ഫിംഗറാണ്. ആൻഡ് നമ്മൾ മുകളിലുള്ള ബീഡ്സിനെ താഴത്തോട്ട് നീക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗറാണ്. അതുപോലെ തന്നെ ഈ അബാക്കസ് ടൂളിൻ്റെ മെയിനായിട്ട് യൂസ് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ആളുകളൊക്കെ യൂസ് ചെയ്തത് അബാക്കസ് ഉപയോഗിച്ചിട്ടാണ് കണക്കുകൾ കൂട്ടിയിരുന്നത് വെച്ചത്. ഇപ്പോഴത്തെ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ, ഫോണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അങ്ങനെ ഓരോന്ന് ഓൾറെഡി കാൽക്കുലേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മാത്സ് കാര്യങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ ഈ രീതിയിൽ ഇപ്പം പിന്നെയും ഈ അബാക്കസിൻ്റെ രീതികൾ വളരെ പ്രയോജനമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓരോ സ്കൂളുകളും ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അബാക്കസ്. അതുപോലെ തന്നെ നമുക്ക് അബാക്കസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ നമ്മുടെ മൈൻഡ്, കുട്ടികൾക്കാണെങ്കിൽ സ്കിൽസ് കൂട്ടാം. അതുപോലെ തന്നെ കാൽക്കുലേഷൻ സ്കിൽസ് കൂടും. അതേപോലെ തന്നെ മെൻ്റൽ കപ്പാസിറ്റി ആൻഡ് മെൻ്റൽ എബിലിറ്റി കൂടും. അതേപോലെ തിങ്കിങ് സ്കില്ല് കൂടും.